ഹലോ ஆண்டவா நீதாப்பா காப்பாத்தணும். வண்டி எடு வண்டி எடு. വണ്ടി വിട്ടോ. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരാടാ നീ? ജോസഫേ, എങ്ങടാ? Stop it! Good. 10 o'clock. 10 മണി. 7:30 ഇവിടെ എത്തേണ്ടവൻ ബഷീർ. 10 o'clock. 10 മണി. എവിടെ? നോ കമ്മ്യൂണിക്കേഷൻ. മീനാക്ഷി പുറത്ത് നിന്ന് പുറപ്പെട്ടപ്പോ വിളിച്ചു. ഇന്നലെ ഓൺ ദ വേ. പിന്നെ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചാ കിട്ടുന്നുമില്ല. Where is he? Missing. Gone with the wind. കാറ്റ് കൊണ്ടുപോയി. ലോറി മൊത്തം. A truckload of iron and bashir. All gone. എന്ത് കാറ്റ്? എങ്ങോട്ട് പോയി? No, 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 no. എങ്ങോട്ട് പോയെന്ന് അറിയണമെങ്കിൽ കാറ്റ് എവിടുന്ന് വന്നു എന്നറിയണം. യെസ്, ബഷീറിന്റെ യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എപ്പിസോഡ് ബൈ എപ്പിസോഡ്. പിടികിട്ടുന്നില്ല അല്ലേ? Rewind, rewind, rewind the incidents, man. ഇവിടെയും എവറിത്തിങ്സ് ഓക്കെ ആസ് യൂഷ്വൽ. നാഗപ്പ ചെട്ടിയാർ ലോറി പാർക്ക് ചെയ്ത് സ്വന്തം ജീപ്പി കയറി പോന്നു. So far, so good. Okay? Yes, sir. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. Rewind again. നാഗപ്പ ചെട്ടിയാർ മീനാക്ഷിപുരത്തുനിന്ന് പിന്നോട്ട് to the starting point. Rewind. ചെട്ടിയാർ പുറപ്പെടുന്നതിന് മുമ്പ് സാറിനെ വിളിച്ചിരുന്നല്ലോ. So what? Bloody useless. പുറപ്പെട്ട ചെട്ടിയാരല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത്. On the way, one manipulation. എന്താ അങ്ങനെ നടന്നൂടെ? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. വെരി ഡ്രാസ്റ്റിക്.
ഗെറ്റ് മീ പണിക്കർ ക്വിക്ക്. ബാപ്പ വരും മോളെ. ആ ലൈല ബി ക്വിക്ക്. ആ നമ്മൾ എങ്ങോട്ടാണ്? സാറിന്റെ ഈ തിടുക്കവും ഭീതിയും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. പേടിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. വരൂ. സത്യം പറയണം, മുഹമ്മദ് എവിടെ? ഒക്കെ പറയാം. കമോൺ. Blistering barnacles. Useless blinker. ശമ്പളം വാങ്ങി ഞൊട്ടി തിന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയ സ്കൗണ്ടറൽ. സാർ ആരെ പറ്റി പറയുന്നു? എന്നെ തന്നെയാണോ? ആ പൗലോസ് അച്ഛന്റെ ബോഡി കണ്ടപ്പോ ആ മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു. ഷെട്ടിയെ ഭാര്യയും കൊച്ചിനെയും പുന്നരിക്കാൻ ആളിനെ വിട്ടു ആദ്യം. അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. അത് നന്നായില്ലേ സാർ? അതുകൊണ്ട് അവരെ സേഫ് ആയിട്ട് താഹിർ സാഹിബിന്റെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അതിനല്ലേ കഴിഞ്ഞുള്ളൂ. ഷെട്ടി രക്ഷപ്പെട്ടില്ലേ? എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ. റാസ്കൽ. ഒരു യൂസ്ലെസ് റെയ്ഡ് നടത്തിയ നമ്മളൊക്കെ വിഡ്ഢികൾ. എന്താടോ കണ്ണും ഒന്നും കാണില്ലേ? സോറി സാർ, ജയിലറുടെ മെസ്സേജ് ഉണ്ട്. ചക്രമണി അവിടെ തന്നെ ഉണ്ടെന്ന്. നോ നെവർ. ആ ഇഡിയറ്റ് ലൈനിലുണ്ടോ ജയിലർ? വേണമെങ്കിൽ കണക്ട് ചെയ്യാം സാർ. വേണ്ട വേണ്ട സാർ, ചക്രപാണി ജയിലിലുണ്ടെന്ന് ജയിലർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനു സംശയിക്കണം സാർ? സാർ, ആ പൗലോസ് ഒച്ചനെ പോലെ ഒരു നിസാറിനെ കൊല്ലാൻ എന്തിനാണ് ചക്രപാണി? സാർ, ആ കൊല നടത്തിയത് ചക്രപാണി തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ. പൗലോസ് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കേ.